കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് എന്നാൽ ഗൂഗിളും ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഒക്കെയാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം ഒരു വിശാലവും ഇരുണ്ടതുമായ ഇന്റർനെറ്റ് ലോകമുണ്ട്. ഡാർക്ക് വെബ്. ഡാർക്ക് നെറ്റ് ഉപയോഗിച്ച് അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബുവിനെയും കൂട്ടാളികളെയും പിടികൂടിയത് കുടുംബത്തെ അടക്കം ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇയാളുടെ ഇടപാടുകളൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാകും വിധമായിരുന്നില്ല. കേരളത്തിലെ ലഹരി ഇടപാടുകളുടെ വ്യാപ്തിയും മാനവും കരുതിയതിലും അപ്പുറം വളരെ വിപുലവും സങ്കീർണവുമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം. അതീവ രഹസ്യ സ്വഭാവമുള്ള ഗ്രൂപ്പുകളും ക്രിമിനലുകളും അടക്കം ഉപയോഗിക്കുന്ന ഡാർക്ക് വെബ് എന്നത് പലർക്കും അത്ര പരിചിതമല്ലാത്ത എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനുകളും മറ്റും സർഫസ് വെബ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിലാണ് പെടുന്നത്. എന്നാൽ ഡാർക്ക് വെബ് ഉപയോഗിക്കാൻ ടോർ, ഫ്രീനെറ്റ് തുടങ്ങിയ ബ്രൗസറുകൾ വേണം. എന്തിനാണ് ഈ ബ്രൗസറുകൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിലൂടെ വരുന്ന ഡേറ്റ അഥവാ വിവരങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഡേറ്റ കൈമാറുന്ന 2 IP അഡ്രസ്സുകൾ തമ്മിൽ അനേകം സെർവറുകളുടെ ഒരു ലെയർ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. എന്താണ് സിൽക്ക് റോഡ്? ഒരു ഓൺലൈൻ മാർക്കറ്റാണ് സിൽക്ക് റോഡ്. നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയാണ് ഇതിന്റെ പ്രവർത്തനം. എന്നാൽ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് തുണിത്തരങ്ങളും കളിപ്പാട്ടവും ഗ്രോസറിയും ഇലക്ട്രോണിക്സും ഒന്നുമല്ല. കഞ്ചാവും മർജുവാനയും LSDയും പോലുള്ള മാരക മയക്കുമരുന്നുകളും നിരോധിത ആയുധങ്ങളും തോക്കുകളും മറ്റുമാണ്. ഇവ പണം നൽകി വാങ്ങുകയല്ല ആവശ്യക്കാർ ചെയ്യുന്നത്. അതിനു പകരം ബിറ്റ്കോയിൻ ആണ് പേയ്മെന്റിന് ഉപയോഗിക്കുന്നത്. ബിറ്റ്കോയിൻ എന്നാൽ വെർച്വൽ മണിയാണ്. ഇത് ഏത് അക്കൗണ്ടിൽ നിന്ന് വരുന്നു, ഏത് അക്കൗണ്ടിലേക്ക് പോകുന്നു എന്ന് ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഇതിനെ ഡാർക്ക് വെബിൽ പ്രിയങ്കരമാക്കുന്നത്. കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു തരം വെബ്സൈറ്റുകൾ ഉൾപ്പെടുന്നതാണ് ഹിറ്റ്മാൻ കോൺട്രാക്ടർ. ഇതിലൂടെ വാടക കൊലയാളികളെ നൽകുകയാണ് ചെയ്യുന്നത്. കൊലയാളിയും കോൺട്രാക്ട് നൽകുന്ന ആളും തമ്മിൽ പരസ്പരം കാണുകയോ അറിയുകയോ ഇല്ല. ചാറ്റ് റൂമിൽ വെച്ച് ഡീല് പറഞ്ഞുറപ്പിച്ച ശേഷം അഡ്വാൻസ് ബിറ്റ്കോയിനായി നൽകിയാൽ കൊലയാളി റെഡി. ദൗത്യം കഴിഞ്ഞാൽ ബാക്കി പണവും ബിറ്റ്കോയിനായി തന്നെ നൽകണം. അതീവ ഗുരുതരവും അങ്ങേയറ്റം നിയമവിരുദ്ധവുമാണ് ഇത് എന്ന് പറയേണ്ടതില്ലല്ലോ. ഇതൊന്നും സാങ്കല്പികമല്ല. ഈ ലോകത്തിന്റെ മറ്റൊരു മുഖമാണ്. രഹസ്യമായ, ക്രൂരവും വികലവുമായ മുഖം. ഡാർക്ക് വെബിൽപ്പെട്ട മറ്റൊന്നാണ് ഹ്യൂമൻ എക്സ്പെരിമെന്റ്സ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൂട്ടം ഭ്രാന്തന്മാരായ ഡോക്ടർമാർ നടത്തുന്നതാണ് എന്നാണ് ഇതേക്കുറിച്ചുള്ള അവകാശവാദം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ, അല്ലെങ്കിൽ വീടില്ലാതെ തെരുവിൽ കഴിയുന്നവർ എന്നിവരെയൊക്കെ തട്ടിക്കൊണ്ടുവന്ന് വിവിധതരം സർജറികൾക്കും പരീക്ഷണങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ഇതിന്റെ വീഡിയോസും ഫോട്ടോസുമാണ് അവരുടെ വെബ്സൈറ്റുകളിലൂടെ നൽകുന്നത്. ഇനി മറ്റൊന്ന് ഹ്യൂമൻ ട്രാഫിക്കിംഗ് വെബ്സൈറ്റുകളാണ്. കിഡ്നാപ്പിംഗ്, ഓർഗൻ ബ്ലാക്ക് മാർക്കറ്റ്, ചൈൽഡ് പോണോഗ്രഫി മുതലായവയാണ് ഇത്തരം വെബ്സൈറ്റുകളുടെ സേവനം. ഹ്യൂമൻ ടോർച്ചറിംഗ് വീഡിയോസ്, പോൺ ഉൾപ്പെടെയുള്ളവയുടെ വെബ്സൈറ്റുകളും ഡാർക്ക് വെബിലുണ്ട്. അതുപോലെ നോർമൽ വിക്കിയിൽ ലഭിക്കാത്ത പല വിവരങ്ങളും ലഭിക്കുന്ന ഹിഡൻ വിക്കി, ഇതാണ് ഡാർക്ക് വെബിന്റെ പ്രധാന പ്രത്യേകത. ഹിഡൻ വിക്കിയിൽ ലഭിക്കുന്ന ലിങ്കുകളിലൂടെയാണ് പല വെബ്സൈറ്റുകളിലേക്കും പ്രവേശിക്കാനാകുക. ഡാർക്ക് വെബിൽ എല്ലാം കടന്ന കൈയാണെങ്കിലും റെഡ് റൂംസ് ഏറ്റവും ഭീകരമായ ഒന്നാണ്. ഇത് ലൈവ് സ്ട്രീം ഗ്രൂപ്പ് ചാറ്റ് റൂമുകളാണ്. ഇതിൽ എന്താണ് ഇത്ര ഭീകരത എന്ന് വെച്ചാൽ, ആവശ്യപ്പെടുന്ന പേയ്മെന്റ് നൽകിയാൽ ഒരാളെ കൊല്ലുന്നത് വരെ ലൈവായി കാണിച്ചു തരുന്ന ലൈവ് സ്ട്രീം ചാറ്റ് ഗ്രൂപ്പാണ് റെഡ് റൂം. ഈ ബ്രൂട്ടാലിറ്റിയാണ് ഇവിടുത്തെ മോസ്റ്റ് സെല്ലിംഗ് ഐറ്റം. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് മുതിരുന്നവരാകും അടുത്ത ഇര. അവർ നിങ്ങളെ തേടിയെത്തും എന്ന് സാരം. എല്ലാ രാജ്യങ്ങളിലും ശൃംഖലകളുള്ള ഇവരുടെ പവറും അത്രയ്ക്ക് വലുതാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഡാർക്ക് വെബ് ഒരു കാരണവശാലും കയറാൻ പാടില്ലാത്ത ഇടമാണ്. നിങ്ങളുടെ കുട്ടികൾ ഡാർക്ക് വെബിന്റെ കറുത്തതും ക്രൂരവും ഭീകരവും വികൃതവുമായ ഒളിയിടങ്ങളിൽ താവള കണ്ടെത്തുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്.